ഒന്നോ രണ്ടോ അല്ല 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് അനൂപിനെ കൊലപ്പെടുത്തിയ പ്രതി കൊണ്ടോട്ടി മുജീബ്. സ്ത്രീകളെ ആക്രമിച്ച് സ്വർണം കവരുക എന്നത് ഇയാളുടെ സ്ഥിരം ശൈലിയായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി പേരാമ്പ്ര നൊച്ചാട് വഴി വരുന്ന സമയത്താണ് അനൂപിനെ ഈ പ്രതി കാണുന്നത്. അനൂപ് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് സഹായം വാഗ്ദാനം ചെയ്ത് പ്രതി ബൈക്കിൽ കയറ്റുകയും പിന്നീട് ഈ തോടിനടുത്തെത്തിയ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കുകയും തള്ളിയിടുകയും ചെയ്യുകയായിരുന്നു. തള്ളിയിട്ട സമയത്ത് അനുവിൻ്റെ തല അവിടെ കല്ലിടിച്ചു, ബോധം നഷ്ടപ്പെട്ടു. അതിനുശേഷം വലിച്ചിഴച്ച് തോട്ടിലേക്ക് കൊണ്ടുപോയി കാലുകൊണ്ട് തലയിൽ ചവിട്ടി വെള്ളത്തിൽ താഴ്ത്തിയാണ് അനുവിനെ കൊലപ്പെടുത്തിയത്. മുങ്ങിമരടൽ മാത്രമായിട്ടല്ല, അതിൽ ഉള്ള സസ്പീഷൻസ് നമുക്ക് ക്ലിയർ ആക്കണം എന്നുള്ള നമുക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. വിക്ടിമിൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമൊന്നും കാണുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. ദാറ്റ് ഈസ് വൈ വി ആർ സസ്പെക്ടിങ് ഇറ്റ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് അനു സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. ഉച്ചയോടുകൂടി കാണാതാവുകയാണ്. അന്ന് തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസും നാട്ടുകാരുമൊക്കെ ചേർന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ച 11:30 മൃതദേഹം തോട്ടിൽ കണ്ടെത്തുന്നത്. ഈ തോട്ടിലാകെ മുട്ടിന് താഴെ വരെ മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഡേ ടൈം, ജനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർ അത്യാവശ്യം ഇൻഫർമേഷൻ തന്നു. അങ്ങനെ ആ ഇൻഫർമേഷൻസും പിന്നെ ഈ ബൈക്കിൻ്റെ മൂവ്മെൻറ്റും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അനുവിൻ്റെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ കൊണ്ടോട്ടിയിൽ വിൽക്കാൻ സഹായിച്ച ഇടനിലക്കാരനാണ് കേസിലെ രണ്ടാം പ്രതി. കൊണ്ടോട്ടി സ്വദേശിയായ അബൂബക്കറിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. മുജീബിനെ ഇന്നലെ വൈകിട്ടാണ് കൊണ്ടോട്ടിയിൽ വെച്ച് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. സമയത്ത് പോലീസിന് നേരെയും പ്രതി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. തന്നെയായാലും ഇങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ പിടികൂടാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് പോലീസും പേരാമ്പ്രയിലെ നാട്ടുകാരും ഉള്ളത്. ഒപ്പം തന്നെ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ നടുക്കം ആരിൽ നിന്നും വിട്ടുമാറുന്നുമില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പേരാമ്പ്രയിൽ നിന്ന് ഷെജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.